പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ച സാബത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് ഒരു അനുഗ്രഹീത വചനമാണ് സ്വർഗം നമുക്ക് നൽകുന്നത്. അത് ജെറമിയ 32:18 വചനം വെളിപ്പെടുത്താണ്. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല. അങ്ങ് 1000 തലമുറയോട് കരുണ കാണിക്കുന്നു. 1000 തലമുറയോട്, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കാരുണ്യം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവിക കരുണ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നൂലിന്മേൽ എന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണല്ലോ എന്നല്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തി, ദൈവത്തിൻ്റെ കരുണ എനിക്ക് വേണം എന്നൊരു വ്യക്തി സ്വയം ആഗ്രഹിക്കാത്തിടത്തോളം കാലം, ഈശോയുടെ കരുണ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഒരു വ്യക്തി തമ്പുരാനെ നോക്കി ഈശോയോട് പറയാത്തിടത്തോളം കാലം ഈ കരുണ ആ വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ വചനത്തിൽ, വെളിപാട് വചനത്തിൽ പറയുന്നില്ലേ, ഇതാ ഞാൻ നിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിക്കും, വാതിൽ തുറന്ന അകത്തേക്ക് വരും. കർത്താവ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബ വൃക്ഷത്തോട്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളോട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡാനിയേലച്ചൻ്റെ 40 ദിവസത്തെ പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാവും. നമ്മുടെ കുടുംബ വൃക്ഷത്തിലേക്ക് കർത്താവെ നീ കരുണ ഒഴുക്കണം. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ കരുണ അനുഭവിക്കുവാനായിട്ട് ഈശോ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ഇപ്പം നമ്മളത് ചിന്തിച്ച് നോക്കിയേ, ഈ 15 ദിവസങ്ങൾ തന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചവർ, നമ്മൾ ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും മഴ പെയ്തു, നമ്മുടെ കുർബാന അതോടുകൂടി തീർന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കണം. നാളെ തുടങ്ങി, നാളെ വീണ്ടും തിങ്കളാഴ്ചയാണ്. നാളെ മഴ, ഇടിവെട്ട്, കറണ്ട് പോക്ക് ഒക്കെ ഉണ്ടാകും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നാളെ തുടങ്ങി കർത്താവ് ഇനി 15 നോമ്പിലെ അല്ലേ, ഈ ഈശോയുടെ പരിശുദ്ധ കന്യക മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് അധികം ദിവസങ്ങളൊന്നുമില്ല. നമുക്ക് നാളെ തുടങ്ങി ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം. ഈശോയുടെ കരുണ നമ്മിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1000 തലമുറകളോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം എന്ന തിരിച്ചറിവിലേക്ക് സ്വർഗ്ഗം നമ്മെ വഴി നടത്തുന്നത്. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.